ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് പുതുക്കാട് മേഖലാ സമ്മേളനം ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി.കെ. ഹംസരാജൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വി.കെ. ഷിജു അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ.കെ. സുഷീർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.ജി. സുബിൻ, മേഖലാ സെക്രട്ടറി എം.എസ്. ബിനേഷ് കുമാർ, മേഖലാ ട്രഷറർ കെ.കെ. മനോജ്, മേഖലാ വൈസ് പ്രസിഡന്റ് ഇ.വി. വിപിൻ, മേഖലാ ജോയിന്റ് സെക്രട്ടറി എം.എ. അഖിൽ, വനിതാ കമ്മിറ്റി മേഖലാ പ്രസിഡന്റ് സി. ചിത്ര, വനിതാ കമ്മിറ്റി മേഖലാ സെക്രട്ടറി പി. ബിജു എന്നിവർ സംസാരിച്ചു. ആ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ ഒരുമിച്ച് ഓർത്ത് അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അസംഘടിതരായിരുന്ന ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോവുകയും ആ സംഘടന 1969 മുതൽ ഇന്ന് വരെ ഒരേ രീതിയിൽ തന്നെ എടുക്കുന്ന നിലപാടിന് മാറ്റമില്ലാതെ കൊടിയുടെ നിറം നോക്കാതെ പ്രവർത്തിക്കുന്ന ഏക സർവീസ് സംഘടന മാത്രമാണ് ജോയിന്റ് കൗൺസിൽ. ആ മഹത്തായ സംഘടന ലഘുത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന. അതായത് നമ്മൾ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിന്ന് നടപ്പാക്കും വരെ നമ്മൾ നിൽക്കും. അതാണ് നമ്മുടെ സംഘടനയുടെ പ്രത്യേകത. 2002 ആന്റണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു ഉത്തരവിൽ കൂടി സർക്കാർ ജീവനക്കാരെ മുഴുവൻ ആനുകൂല്യങ്ങളും വെട്ടിച്ചുരുക്കുവാനും അത് വേണ്ടെന്നും സർക്കാർ ഓഫീസുകൾ അടഞ്ഞു കിടന്നാൽ യാതൊന്നും സംഭവിക്കാനില്ല എന്നും പറഞ്ഞൊരു കാലഘട്ടം. നമ്മുടെ എല്ലാ ജീവനക്കാരും ആയിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നിരന്തരമായിട്ടുള്ള തൊഴിലാളികൾക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള ജനപരമായിട്ടുള്ള നിരവധി നിയമങ്ങൾ ഇന്ന് നടപ്പിലാക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ലേബർ കോഡ്. ലേബർ കോഡിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തൊഴിലാളികൾക്ക് ലഭ്യമായിട്ടുള്ള 8 മണിക്കൂർ ജോലി, അതേപോലെ സംഘടിക്കാനുള്ള അവകാശം, അതുപോലെ സമരം ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു നിയമ സംവിധാനമാണ് ഇന്ന് ലേബർ കോഡ് നമ്മുടെ രാജ്യത്ത് ഭരിക്കാൻ പോകുന്നത്.